ഞാൻ ഈ പറയണ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു 15 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ വേറെ ഒടുക്കും നിങ്ങൾ അറ്റൻഷൻ പോകാതെ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാൻ കഴിയുമോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ബുക്കിലെ 10 പേജ് വേറെ ഒടുക്കും നിങ്ങളെ മൈൻഡ് പോകാതെ നിങ്ങൾക്ക് അറ്റൻഷനോട് കൂടി ഫോക്കസോട് കൂടി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ ഇരുന്നാണ്ട് ഫോൺ ചെക്ക് ചെയ്യാതെ ഓലേറ്റ് ഒരു 30 മിനിറ്റ് സംസാരിച്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ ആൻസർ നോ എന്നാണെന്നുണ്ടെങ്കിൽ യുവർ ബ്രെയിൻ ഈസ് ഹാക്കഡ് വിത്ത് ബ്രെയിൻ റോട്ട്. ഇതിനൊക്കെ ഉള്ള കാരണം എന്ന് പറയുന്നത് ആ 4 ഇഞ്ചുള്ള നിങ്ങളെ പോക്കറ്റിലുള്ള ആ ഒരു മൊബൈൽ ഫോണാണ്. സോ ഇൻ ദിസ് വീഡിയോ ഞങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ നിങ്ങളെ മൊബൈൽ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ നിങ്ങളെ ലൈഫിൽ നിന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ നിർത്താന്ന്. വീഡിയോക്ക് പോണതിന് മുന്നേ നിങ്ങൾക്ക് ഇന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഐ എം മുബഷിർ ആൻഡ് ഐ ടോക്ക് അബൌട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അതിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞുതരാം എന്ത് പ്രോബ്ലം ആണ് സോഷ്യൽ മീഡിയ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കി തരാൻ പോണത്, അല്ലെങ്കിൽ എന്ത് പ്രോബ്ലമാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണതെന്ന്. അതിനൊരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തു, അതിൽ നിങ്ങൾ കാണാം സ്റ്റോറി, പോസ്റ്റ്, റീല്, ഈ 3 സംഭവങ്ങൾ ഈ കാര്യങ്ങൾ മെജോറിറ്റിയും കാണാം. പിന്നെ മെസ്സേജ് സെൻറ്റർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കൺസ്യൂം ചെയ്യണ കണ്ടന്റ് പോസ്റ്റ്, റീല്, അങ്ങനത്തെ സ്റ്റോറി കണ്ടന്റിലേക്ക് കാണാം. അതിൽ തന്നെ 90% ആൾക്കാർ ഡെലിവറി ചെയ്തേക്കുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കുക ഓരോ ലൈഫിൽ നടക്കണ ഹാപ്പിനെസ് സൈഡേക്കാരം. ലൈക്ക് ഒരു ട്രിപ്പ് പോണത്, ഒരു ഫുഡ് കഴിക്കാൻ പോണത്, ഐഫോൺ പർച്ചേസ് ചെയ്യണത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങണത്, ഏതായാലും ഒരു 90% കാര്യങ്ങളും ഓരോ ലൈഫത്തെ ഒരു ഹാപ്പിനെസ് സൈഡ്, ഓരോ ലൈഫത്തെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൈഡ് മാത്രമേ എല്ലാവരും ഇൻക്ലൂഡിങ് മീ നമ്മളെല്ലാവരും നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊവൈഡ് ചെയ്യുള്ളൂ, ആ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുകയുള്ളൂ. ആരും ഓരോ ലൈഫിൽ നടക്കണ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളോ ഓരോ ലൈഫിൽ സ്ട്രെസ് അടിച്ചണതോ ഡിപ്രസീവ് ആവുള്ളതോ ആങ്സൈറ്റി ആവണതോ അല്ലെങ്കിൽ ഇങ്ങനെ ബാഡ് ആയിട്ടുള്ള ഒരു സൈഡ് ആരും ഓരോ ലൈഫത്തെ സംഭവങ്ങൾ ഈ സോഷ്യൽ മീഡിയയോടെ ആർക്കും കാണിച്ചു കൊടുക്കൂല. കാരണം എല്ലാവരും കാണിച്ചു കൊടുക്കുക ഇങ്ങനത്തെ ബെറ്റർ സൈഡാണ്. സോ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കുറേ നേരം ഇങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഉള്ളിലൊരു തോട്ട് വരും, നിങ്ങളൊരു കമ്പാരിസൺ വരും. നിങ്ങൾ പോലും അറിയാതെ അൺകോൺഷ്യസ്ലി നിങ്ങളെ ലൈഫും ഓരോ ലൈഫുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും. അവിടെ കമ്പാരിസൺ നടക്കും. ആൾക്ക് ഐഫോൺ ഉണ്ട്, ആൾക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് ഉണ്ട്, ആൾക്ക് പൈസ ഉണ്ട്, നിങ്ങൾ കാണുന്ന ആളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾക്കാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളെ ബ്രെയിനിനെ നിങ്ങൾ തന്നെ ചിന്തിച്ചാണ് അവിടെ കമ്പാരിസൺ നടത്തിയാണ്ട് നിങ്ങളെ ലൈഫിനെ നിങ്ങൾക്ക് അവിടെ മടുത്തു തുടങ്ങും. ഇതാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നാമതായിട്ട് നമ്മളെ ലൈഫിൽ ഉണ്ടാക്കി തരാൻ പോണത്. ഫുൾ കൺഫ്യൂഷന്, ഡിപ്രഷന്, അതുപോലെ തന്നെ ഡൗട്ട്, സെൽഫ് ഡൗട്ട് ഒക്കെ പറയുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ലൈഫിനായിട്ടൊരു ഇഷ്ടമില്ലായ്മ, അതായത് ഫുൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായി സൃഷ്ടിക്കുന്ന സംഭവമാണ്. അതാണ് സോഷ്യൽ മീഡിയ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തരാൻ പോണ നമ്മുടെ ലൈഫിലെ പ്രോബ്ലം. അടുത്തായിട്ട് ഞാൻ അൽഗോരിതം ട്രാപ്പിനെ കുറിച്ച് പറഞ്ഞുതരാം. അതായത് നമ്മളെല്ലാവരും അൽഗോരിതം ഇങ്ങനെ കേൾക്കും, ബട്ട് അതിന്റെ ബാക്കിലുള്ള സംഭവം എന്താണോ അല്ലെങ്കിൽ അൽഗോരിതം എന്താണോ നമുക്കറിയില്ല. അൽഗോരിതം എത്ര ഉള്ളൂ, നിങ്ങൾ എന്താണോ നിങ്ങളെ മൈൻഡിലുള്ളത് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണോ നിങ്ങൾ വാച്ച് ചെയ്യണത്, ഈവൻ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഏതായാലും ആ സംഭവം കൂടുതൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സംഭവമാണ് അൽഗോരിതം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു അർജന്റീന ഫാനാണ്. അർജന്റീന ഫാൻ ആകുമ്പോൾ നിങ്ങൾ കൂടുതലും കാണാൻ ആഗ്രഹിക്കുക അർജന്റീന ആൾക്കാരുടെ പോസിറ്റീവ് വശങ്ങളായി കാരണം അർജന്റീന വിന്നാവണത്, ഒരു കപ്പടിച്ചത്, മെസ്സി ഗോൾ അടിച്ചത്, ഇങ്ങനെ സംഭവങ്ങൾ. അതായത് അർജന്റീനയുടെ പോസിറ്റീവ് സൈഡ് മാത്രമേ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുള്ളൂ. സോ അപ്പൊ നിങ്ങൾ അങ്ങനത്തെ റീലും പോസ്റ്റുകളും മാത്രം കാണും. അതിനുള്ള ലൈക്കും സംഭവങ്ങളൊക്കെ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അൽഗോരിതം വീണ്ടും നിങ്ങളെ ഫീഡിക്ക് അല്ലെങ്കിൽ നിങ്ങളെ റീൽസിക്ക് പുഷ് ചെയ്ത് തരിക ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോസിറ്റീവായി സൈഡ് ഓഫ് അർജന്റീന പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പുഷ് ചെയ്ത് തരുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു അർജന്റീന ഫാൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ബ്രസീലിനെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരാളായി കാരണം. അപ്പോൾ നിങ്ങൾ ബ്രസീലിനെ ഹെയ്റ്റ് ചെയ്തുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ബ്രസീലിന്റെ ബാഡ് ആയില്ല നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതും നിങ്ങൾക്ക് കൂടുതൽ പുഷ് ചെയ്ത് തരും. ബ്രീഫിലി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണോ കൂടുതൽ വാച്ച് ചെയ്യണത്, എന്ത് ടൈപ്പ് ഓഫ് സംഭവത്തിനാണ് നിങ്ങൾ കൂടുതൽ ലൈക്ക് അടിക്കണത്, കമന്റ് അടിക്കണത്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും നിങ്ങളെ ഫീഡ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡെലിവർ ചെയ്ത് തരുന്ന സംഭവമാണിത് ഈ അൽഗോരിതം കൊണ്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട സംഭവം കാണുമ്പോൾ ഇതൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് വരും. നമ്മൾ എത്ര ഈ ഒരു അർജന്റീനയിൽ എത്ര സംഭവം കഴിഞ്ഞാലും വീണ്ടും ആ ഒരു ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യണു, വീണ്ടും നമുക്ക് ആ പ്ലഷർ കിട്ടണം, വീണ്ടും ആ ഹാപ്പിനെസ് കിട്ടണം, പിന്നെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് റീലുകൾ നമ്മൾ വീണ്ടും കാണും. അതാണ് അവിടെ അൽഗോരിതത്തിന്റെ ട്രാപ്പ് കൊണ്ട് ഞാൻ ഇവിടെ മെയിൻ ചെയ്യണത്. ഞാൻ പറഞ്ഞുതരാം ഹൗ ടു ആക്ച്വലി സ്റ്റോപ്പ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. നിങ്ങൾക്ക് നിങ്ങളെ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിങ്ങൾ നല്ല രീതിയിൽ എത്തിച്ചേരുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളൊരു പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് സംഭവമാണ് മേക്ക് യുവർ ഫോൺ ബോറിങ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡൂം സ്ക്രോളിങ്, ഇങ്ങനത്തെ റീൽ ടൈപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നതിന് പകരം എന്ത് ചെയ്യാം, ജസ്റ്റ് വേറൊരു ഹാബിറ്റുമായിട്ട് കണക്ട് ചെയ്യുക.
അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്ന ബുക്കിൽ ജെയിംസ് ക്ലിയർ പറയുന്നുണ്ട്, നമ്മൾ എന്തൊരു ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണോ നിർത്താൻ ഉദ്ദേശിക്കണേ, ആ ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾ നിർത്തി കഴിഞ്ഞാലും വീണ്ടും നിങ്ങൾ എത്താനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോൾ നിങ്ങൾ ആ സംഭവം ചെയ്തിട്ട് ഫ്രീ ടൈം ആയിട്ട് എപ്പോഴും നിൽക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫോണിൽ കളിക്കണ, നിങ്ങൾ കൂടുതൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാണ്, ഡെയിലി ഒരു 5 hours അല്ലെങ്കിൽ 6 മണിക്കൂറൊക്കെ നിങ്ങൾ ഡെയിലി സ്ക്രീൻ ടൈം ഉണ്ട്, നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊന്നും ഇല്ലാതെ, നമുക്ക് ഉപയോഗം കാര്യങ്ങളൊന്നുമില്ല, വെറുതെ സ്ക്രോളിങ് അങ്ങനത്തെ യൂട്യൂബ് വീഡിയോസ് കാണാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന ടൈം കുറക്കണം കരുതിയാണ്ട് നിങ്ങൾ ഫോൺ ഉപയോഗിക്കാതെ നിന്നാൽ പോലും ഈവൻ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ആ സംഭവത്തിലേക്ക് വീണ്ടും ആ അഡിക്ഷനിലോട്ട് നിങ്ങൾ ലൂപ്പിക്ക് പോകും. എപ്പോഴും അറിയോ നിങ്ങൾ ആ സംഭവത്തിന്റെ മേലെ വേറൊരു ഹാബിറ്റ്സ് അവിടെ ഫുൾഫിൽ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ. കാരണം നമ്മളിപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾ ഡെയിലി ഇപ്പോൾ നിങ്ങൾ രാവിലെ ഒരു 7 മണി മുതൽ 9 മണി വരെ ഫോൺ കളിക്കുന്ന ഒരാളാണ്, വെറുതെ കാര്യങ്ങളൊന്നുമില്ല, നമ്മളങ്ങനെ ഡൂം സ്ക്രോളിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് ആ നിർത്തണം കരുതിയാണ്ട് വെറും ആ ഫോൺ മക്കളി മാറ്റിയിട്ട് അവിടെ വെറുതെ കുത്തിരിക്കുക, അവിടെ ഫ്രീ ടൈം എടുക്കാന്നല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഗുഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യുക. ലൈക്ക് നിങ്ങൾക്ക് റീഡിങ് ബുക്ക് അല്ലെങ്കിൽ ജേണൽ എഴുതുക അല്ലെങ്കിൽ വർക്കൗട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ആൾക്കാരായിട്ട് സംസാരിക്കുക. അതായത് വേറെ എന്തെങ്കിലും ഒരു ഗുഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ആയിട്ട് അവിടെ ഫുൾഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും ആ ഫോൺ അഡിക്ഷനിലോട്ട് അല്ലെങ്കിൽ ആ സംഭവത്തിലോട്ട് പോകും. അപ്പൊ അതാ പറഞ്ഞത്, മേക്ക് യുവർ ഫോൺ ബോറിങ്. നിങ്ങൾ ഫോൺ കളിക്കണ ആ സംഭവം കുറച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വേറെ ഹാബിറ്റ്സ് ആയിട്ട് നിങ്ങളെ ലൈഫായിട്ട് നിങ്ങൾ ആ ഫ്രീ ടൈം ഇങ്ങനെ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഫുൾഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളെ സ്ക്രീൻ ടൈം അവിടെ കുറയും. രണ്ടാമതായിട്ട് സോഷ്യൽ മീഡിയ അഡിക്ഷൻ നിങ്ങൾ നിർത്തേണ്ട സംഭവമാണ്, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, ഡിലീറ്റ് ദി ആപ്പ്. നിങ്ങളെ ഏത് സംഭവമാണ് നിങ്ങൾ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യണേ, മേ ബി വല്ല വെബ്സൈറ്റ് ആവാം അല്ലെങ്കിൽ ആപ്പ് ആവാം, ഏത് സംഭവം ആയാലും ജസ്റ്റ് ഡിലീറ്റ് ഫ്രം യുവർ ഫോൺ. അത് ഏതായാലും സംഭവം എത്ര ഹാർഡായിട്ടുള്ള സംഭവമാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പൊക്കെ യൂസ് ചെയ്യാം. 2-3 ആപ്പൊക്കെ ഉണ്ട്, അധികം യൂസ് ചെയ്യില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ നമ്മൾ സ്ക്രീൻ ടൈം സംഭവം നല്ല രീതിയിൽ കുറച്ചാലുള്ളൂ നമുക്ക് ആ ഒരു ലൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ just subscribe for more videos. See you in the another video.